അങ്ങനെ നമ്മൾ മരുത്തോമല പോകാൻ വന്നട്ടോ. ഇപ്പോൾ പൊക്കത്ത് കാണുന്നുണ്ടോ? ഇതാണ് നമ്മുടെ മരുത്തോമല. ഇതിലാണ് കയറി പോകണ്ട. ഇതിലേ ആയിരിക്കില്ല. ചോദിക്കണോ? ആണോ? ആ ചേട്ടനോട് തന്നെ ചോദിച്ചാ. ഇതാണ് നമ്മുടെ മരുത്തോമല. നമ്മളീ മല കാണാൻ വന്ന, നമ്മളെ കൊട്ടാരത്തിൽ നിന്ന് വന്ന ചോറൊക്കെ ഉണ്ട്. അയ്യോ, രാവിലെ ഇറങ്ങി നടത്താം, ക്ഷീണിച്ച്. നമ്മളുണ്ട് പത്മനാഭപുരം കൊട്ടാരം പോയി, അവിടെ കണ്ട് മ്യൂസിയത്തിൽ കയറി. പിന്നെ നേരെ വന്ന് ഊണ് കഴിച്ച്, സുചീന്ദ്രത്ത് വന്ന് ഊണ് കഴിച്ച് നമ്മൾ മരുത്തോമല പോകാൻ വേണ്ടി ഓട്ടോ പിടിച്ച് വന്നേക്കും. അവിടെ ഒരു മലയുണ്ട്. മല ഇവിടെ എന്താ അമ്പലമൊക്കെ ഉണ്ട് പോണേന്ന് എനിക്ക് തോന്നുന്നു. ഈ റൂട്ട് തന്നെ. ആളുടെ പേര് നോക്കിയേ. എന്തോരം നടക്കണം എന്ന് തന്നെ. എനിക്ക് ഷൂ ഒന്നുമില്ല, ചെരുപ്പ്. പർവ്വതവർത്തിനി അമ്മൻ ടെമ്പിൾ. സൈഡിലൊക്കെ കാടാ, മൊത്തം കിളികളുടെ സൗണ്ടൊക്കെ ഉണ്ട്. ഇടയ്ക്ക് സ്റ്റെപ്പുണ്ട്, ഇടയ്ക്ക് കല്ല്. ഇവിടെ ക്യാമറയ്ക്ക് ചാർജ് ഉണ്ടായില്ല, പവർ ബാങ്ക് കുത്തിക്കൊണ്ട്. ഇവിടെ ഒന്നും ആരും ഇല്ലെന്ന് തോന്നുന്നു, ഞങ്ങൾ മാത്രമേ ഉള്ളൂ. ഇവിടെ അങ്ങനെ വിസിറ്റേഴ്സ് ഒന്നും. ആ സ്റ്റെപ്പല്ലേ അമ്മ, നല്ല കയറ്റാന്നുണ്ട് സ്റ്റെപ്പ്. ദൂരെ വെള്ള കളറിൽ കാണുന്നുണ്ട് ആ സ്റ്റെപ്പ്. ഇവിടെ എന്തൊക്കെയോ കേട്ടാ. ഇവിടെ ഒരു ഗുഹയുണ്ട്. ഇവിടെ എന്തോ അമ്പലോ എന്തോ പ്രതിഷ്ഠ ഉണ്ടായിരുന്നു. നമുക്ക് കയറി പോകേണ്ട സ്റ്റെപ്പ് നോക്കിയേ, നല്ല എലവേഷനാട്ടോ. അമ്മ, മുകളിലൊരു ശിവലിംഗം ഉണ്ട്. ഇതേ പാറ നോക്കിയേ. ഇതാണ് മരുത്തുമല, മരുതുവാഴും മല. എന്താവുമെന്ന് അറിയില്ല, കയറി നോക്കട്ടെ. ഞായറാഴ്ച മാരത്തോണുണ്ട്, അതിനുള്ള പ്രാക്ടീസായി. ഓടിയിട്ട് കുറച്ച് ദിവസമായി. എനിക്ക് കയറാൻ പറ്റുമല്ലോ എന്ന് എനിക്ക് ടെൻഷൻ.
നല്ല അമ്പലം ഉണ്ട് കേട്ടോ അവിടെ. ഇവിടെ ഒരു മനുഷ്യനും ഇല്ല കേട്ടോ. ഞാൻ കയറിയപ്പോ ഒരു വട്ടി നിൽക്കുന്നതാ. സിറ്റി മൊത്തം കാണാം. അതവിടെ നിപ്പണ്ട്. ഞായച്ചൻ്റെ പുറകെ ഒരു പേടിച്ചു പോയി. ശിവാലയം, മരുത്വാമല പരമാർത്ഥലിംഗ ശിവാലയം. ഇവിടെ എന്തോ ഒരു കുടം വെച്ചിട്ടുണ്ട്. എന്തോ പ്രതിഷ്ഠ ഉണ്ടായോ. ഇതമ്പലം ഗണപതി. അമ്പലം നോക്കിയ പാറടാ. പാറയുടെ അകത്തോട്ട് അമ്പലം പണിതാണ്. മരം നോക്കി. നല്ല കാടായിട്ടോ മൊത്തം പാറയും മരങ്ങൾ. നീ മുകളിലേക്ക് കയറണ്ട. പ്രതാപൻ എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. എനിക്ക് ഇതിൻ്റെ ഉള്ളിലൊരു ലോക്ക് ചെയ്ത റൂമുണ്ട് കേട്ടോ. അമ്പോ മരം നോക്കി. ഇവിടെ സ്റ്റെപ്പ് ഇത്തിരി കയറാൻ ഇതാ. ഞാൻ നോക്കി കയറട്ടെ കേട്ടോ, എങ്ങാനും വീണ പണിയാവും. ആ മോളിൽ നിന്ന് ആൾക്കാരൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. ഞായറാഴ്ച ആരുമില്ല. ഇവിടെ മൊത്തം പാറയാ, കാട് നോക്കി. ആ ഇനി നല്ല കയറ്റമാണല്ലോ. വടി കെട്ടാൻ പോയിട്ടേ ഉള്ളു. കയറ്റം മണ്ണുള്ളല്ലോ. നമ്മൾ കയറി മലയുടെ ചോട്ടിൽ വന്നുണ്ട്. അവിടെ ഒരു കൊടിയൊക്കെ പറക്കണ്ട്. ഇത് തിരിച്ചങ്ങനെ വഴിയാണോ എന്ന് എനിക്കറിയത്തില്ല.
ഈ സ്റ്റെപ്പ് നോക്കിയാൽ നല്ല രസമല്ലേ. സൂപ്പർ. മല നോക്കിയേ. അവിടെ ഒരു പട്ടിയുണ്ട്. എന്തിനാ വെറുതെ പട്ടിയുടെ കടി മേടിക്കുന്ന. ഞാനേ ചിലപ്പോൾ ഇങ്ങനത്തെ സ്ഥലമാണെങ്കിൽ വോയിസ് കുറച്ച് സംസാരിക്കണം. വീഡിയോയിലൊക്കെ വോയിസ് കുറയുമോയെന്ന് എനിക്കറിയില്ല. ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ പോകുമ്പോൾ എനിക്ക് ഒച്ച വരില്ല. അപ്പോൾ വീഡിയോയ്ക്ക് സൗണ്ട് കുറയും. അതുകൊണ്ട് എല്ലാവരും ഒന്ന് ക്ഷമിച്ചേക്കണം. ഇവിടെ എന്തോ ഒരു ഇതുണ്ടല്ലേ, കുളം പോലെ ഒരു സംഭവം ചെറിയ. ഈ പാറയിൽ നോക്കിയേ, ഏതോ ദൈവത്തിനെ കൊത്തി വച്ചാണ്. ഇത് ഗണപതിയാണ് അറ്റത്തെ, പിന്നെ എന്താന്ന് മനസ്സിലാവുന്നില്ല. ശിവലിംഗമല്ലേ സുബ്രഹ്മണ്യൻ ഭഗവതി. ഞാൻ അമ്പലം പോലെയുള്ളതിൻ്റെ അടുത്ത് ഇവിടെ കാരോ മാർക്ക് വെച്ചാണ്. ഇതിലാന്ന് പറഞ്ഞാൽ അങ്ങോട്ട് പോണത്. അവിടം വരെ പോയി നോക്കാം. അതിൻ്റെ മുകളിൽ എന്തൊരു കെട്ടിടമുണ്ട്. നമ്മൾ താഴ്ന്ന് കയറിയാണ്. ഇവിടെയൊക്കെ കാടാ മൊത്തം. എല്ലാം വരണ്ടിക്കുവാ ചൂട് കാരണമാണ്. എൻ്റെ മുകളിൽ എന്തൊരു സംഭവം ഉണ്ട്. എല്ലാം ഈ പാറക്കകത്ത് ഉണ്ടാക്കി വെച്ചാണ്. ഞാൻ ചോദിച്ചേ ഇതിൻ്റെ ഉള്ളിലോട്ടാണ്, പക്ഷെ അവിടെ എന്തോ കെട്ടിടമുണ്ട് ആ പാറക്കകത്ത്. ഉണ്ടോ? നമ്മുടെ വഴി ഇങ്ങോട്ടാ. ഫുള്ള് കാടാട്ടോ, ഒരനക്കവുമില്ല. നമ്മളെ വലിയ മലയുടെ ചോട്ടിൽ വന്നിട്ടോ. ഇവിടെ നിന്ന് കുറച്ച് നേരം ഇരുന്നാണെങ്കിൽ അമ്മേ നോക്കി. ഇവിടെ നിന്ന് ആരുമില്ല. കുറച്ചാളയുമ്പോൾ ഇവർ ഇതൊക്കെ ടൂറിസ്റ്റ് പ്ലേസ് ആക്കും, പൈസ വയ്ക്കും. ഇപ്പം ടിക്കറ്റും ഇല്ല, ആരും നോക്കാനും ഇല്ല. നമ്മൾ വലിയൊരു മലയുടെ ചോട്ടി വന്നു. ഇത് കണ്ടോ?
ഇതാണ് വഴി കയറിപ്പോണ്ട. ഇവിടെ വഴിയൊന്നുമില്ല, മൊത്തം പാറ. ഇത് നോക്കിയേ, കാടാണ്. വല്ല പാമ്പൊക്കെ ഉണ്ടോയെന്ന് പോലും അറിയത്തില്ല. ഇവിടെ വേസ്റ്റ് ഇടാൻ പാട്ടൊക്കെ വെച്ചിട്ടുണ്ട്, പക്ഷെ എല്ലാവരും പ്ലാസ്റ്റിക്കും കുപ്പിയും എല്ലാം താഴെ ഇട്ടേക്കോ. എന്തോ ഒരു വെറൈറ്റി പക്ഷി ചിലക്കണ സൗണ്ട് കേട്ട് കരച്ചിൽ നിർത്തി. ഞാൻ ക്യാമറ ഓൺ ചെയ്ത് ആ കരച്ചിൽ നിർത്തി. വിസിലടിക്കണ പോലെയൊക്കെ ഉണ്ട്. അയ്യോ, പറവയ്ക്ക് എവിടുന്നേ കയറി വന്ന. ആ, ഇത് അണ്ണാനാണ്. അണ്ണാനാ. അമ്മ, സൂപ്പർ വ്യൂ ആട്ടോ. ഇവിടെ മരം കണ്ടുള്ളെന്ന് തോന്നുന്നു. താഴ്ന്നേ കയറി വന്ന. ഇവിടെ നല്ല വ്യൂ ഒക്കെ ഉണ്ട്. ഇനി മുകളിലോട്ട് ഇങ്ങോട്ടാണ് വഴി. അമ്മ, ഏകദേശം കുറച്ച് മുകളിലെത്തി. മുകളിലേക്ക് കാണിക്കണം ആരോ. ഓ, ഇനിയുണ്ട് മുകളിലോട്ട്. ഞാൻ ഇതുപോലെ ഒരു സ്ഥലത്തെത്തി. പാറ വയ്ക്കാൻ എൻ്റെ അമ്മ ടയർഡായി. ഉള്ള കാടാ. ഇതേ നമ്മുടെ രാമായണത്തിൽ ഹനുമാനെ മൃതസഞ്ജീവനി അന്വേഷണം ഇപ്പം കാണാനായിട്ട് മരുതുമല പൊക്കിക്കൊണ്ട് വന്നല്ലോ. ഇപ്പം ഹനുമാൻ മരുത്തുമല പൊക്കിക്കൊണ്ട് പോയ സമയത്ത് അതിൽ നിന്ന് അടർന്ന് വീണ ഒരു കഷ്ണമാണ് ഈ മല എന്നാണ് പറയണത്. അതിൽ നിന്ന് അടർന്ന് വീണ കഷ്ണമാണ്. അപ്പം അത് മരുതുവാഴും മല, അങ്ങനെ മരുത്തുമല എന്ന് തന്നെയാണ് ഇതിൻ്റെ പേര്. അപ്പം അങ്ങനെ രാമായണമായിട്ട് ബന്ധമുള്ളൊരു മലയാട്ടോ അത്. നല്ല പണിയാണ്. ഇത് നോക്കിക്കേ, ഈ ചെടി നോക്കിക്കേ, അതുണ്ടോ? ഇനി ഇറങ്ങണമെങ്കിൽ നല്ല ചടങ്ങായിരിക്കും. നോക്കട്ടെ, ചിലപ്പോൾ കുറച്ചുകൂടെ കയറിയിട്ട് ഞാൻ തിരിച്ചിറങ്ങും. നല്ല സുന്ദരമായ കാഴ്ച. പക്ഷേ ചിലപ്പോൾ ആറിതുമ്പോൾ ചെരുപ്പിട്ട് കയറാൻ ഞാൻ ചെരുപ്പ് ഊരിയിട്ട്. ഓ അമ്മ, ഇറങ്ങാനാണ്. ഇരുന്ന് ഇറങ്ങേണ്ടി വരും. ഇപ്പം കല്ലൊക്കെ കുറഞ്ഞു കേട്ടോ, വഴി കുറച്ചുകൂടെ എളുപ്പമായി. മരുന്ന് വയ്ക്കാൻ ഇവിടെ ആൾക്കാരൊക്കെ വന്നുണ്ട് കേട്ടോ. ഇത് മൊത്തം പ്ലാസ്റ്റിക്കാ. ഓ, ഈ മരമൊക്കെ കണ്ടിട്ട് വിച്ചസ് റോഡ് പോലെ ഉണ്ട്. ഓ, അയ്യോ,
എനിക്കൊന്ന് ഇനിയും മുകളിലേക്ക് പോകണമെന്ന്. നേരെ തുറന്ന സ്ഥലമെത്തി. ഇതുണ്ടോ അവിടെ വൈക്കം ഫോറസ്റ്റ് എന്ന ഏരിയയാണ്. 822. അയ്യോ, ഇനിയും മുകളിലേക്ക് ഉണ്ട് കേട്ടോ. 1 കിലോമീറ്റർ ആറണം, 3/4 കിലോമീറ്ററായി. ഇനിയും കയറിയാലേ ശരിയാവില്ല. പുള്ളി താഴെ വെയിറ്റ് ചെയ്ത് നിൽക്കും. ഇറങ്ങാൻ നല്ല സമയം എടുക്കും. ഞാൻ പതുക്കെ ഇറങ്ങട്ടെ. മുകളിൽ വരെ ചെല്ലണം എന്നുണ്ടായിരുന്നു, പക്ഷെ ഇത് മരുത്തുമല. ഇനി എന്തോരം ഉണ്ടെന്ന് അറിയത്തില്ല മുകളിലേക്ക്. ഞാൻ താഴേക്ക് ഇറങ്ങട്ടെ പതുക്കെ. ഓക്കെ, ബൈ ബൈ. താഴെ വന്നിട്ട് കാണാം. ഇതാണ് ഇപ്പം മരുത്തുമല. അങ്ങനെ താഴേക്ക് ഇറങ്ങിക്കൊണ്ടിരിക്കും കേട്ടോ. ഇതേ മുകളിൽ നിന്ന് ഇറങ്ങി വന്ന് താഴേക്ക് നോക്കിയേ. നല്ല സ്റ്റീപ്പാണ്. ഇതിലേ താഴേക്ക് ഇറങ്ങണ്ട. അമ്മ, എൻ്റെ കോലം നോക്കിയേ. വേർത്തൊലിച്ചത്. വേർത്തെ പണ്ടാരടങ്ങിയിരിക്കണ. അമ്പലത്തിന് പാട്ടൊക്കെ കേൾക്കാം താഴെ. ഇതിൽ കൂടെ ഇറങ്ങണം. കുറേ പിള്ളേരുണ്ടായിട്ടാ മുകളിൽ. ഞാനേ ആരും ഇല്ല. 750 മീറ്റർ പോയി. പിന്നെ ആരും ഇല്ല അവിടെ. തന്നെ 200-250 മീറ്റർ കൂടെ പോയിട്ട് പിന്നെ ഇറങ്ങുമ്പോൾ ഇപ്പം തന്നെ 5:30 ആയി. പുള്ളി താഴെ എന്നെ കാത്തിരിക്കുക തന്നെ. പുള്ളി ദേഷ്യം പിടിക്കും. അതുകൊണ്ട് ഞാൻ വേഗം ഇറങ്ങിയപ്പോൾ പുറകെ കുറേ പിള്ളേർ ഇറങ്ങിയിട്ടോ. നമ്മൾ താഴെ കയറിപ്പോയ സ്ഥലം ഏകദേശം എത്തിയിട്ടുണ്ട്. മുകളിലൊക്കെ ആൾക്കാരുണ്ടാകും കേട്ടോ. ഞാൻ അറിഞ്ഞില്ല, അതുകൊണ്ട് ഞാൻ കംപ്ലീറ്റ് ചെയ്തില്ല. 3/4 കിലോമീറ്റർ പോയിട്ട് തിരിച്ചു വന്ന്. ഇവരൊക്കെ മുകളിലുണ്ടായിരുന്ന ആൾക്കാരാട്ടോ. ഞാൻ ഇവരാരും ഇവിടെ ഉണ്ടെന്ന് അറിഞ്ഞില്ല. ഒറ്റയ്ക്ക് പിന്നെ കയറി പോകണ്ടല്ലോ എന്ന് വിചാരിച്ച് സ്റ്റോപ്പ് ചെയ്ത്. ഇവർ കന്യാകുമാരിയിൽ നിന്ന് വന്നേക്കുന്നവരാ. നിങ്ങൾ ഫസ്റ്റ് ടൈം ആണോ ഇതിൽ കയറുന്നത്? ഫോർത്ത്. ഓ, അവര് ഒരാൾ 4 പ്രാവശ്യം കയറിയിട്ടുണ്ട്. നിങ്ങൾ വഴിയൊക്കെ കണ്ടില്ലേ? ഭയങ്കര ടഫാ. കുഴപ്പമില്ല. എന്നാലും നമ്മൾ താഴെ എത്തി ഏകദേശം. ഇനിയിപ്പോൾ പോവാ കന്യാകുമാരിക്ക്. നമ്മൾ താഴേക്ക് ഇറങ്ങിയിട്ടോ. അപ്പോൾ ഒരാളിവിടെ നോക്കിയിരിക്കുന്നത് നോക്കി. അങ്ങനെ നമ്മൾ ഏകദേശം താഴെ എത്താറായി കേട്ടോ. ഇങ്ങനെ കയറി നമ്മളോ സ്റ്റെപ്പാണ്. ഈ വെള്ളം വരച്ചേക്കണണ്ട പുള്ളി ഇറങ്ങണ. അങ്ങനെ നമ്മൾ താഴെ എത്തി. അവിടെ ഭിത്തിയിലൊരു ഹനുമാൻ്റെ അവിടെ ഉണ്ട്. ഒരു ഹനുമാൻ്റെ ഇതുണ്ട്. അങ്ങോട്ട് കയറാമോന്ന് എനിക്കറിയത്തില്ല. ഇവിടെ സർപ്പാന്ന് തോന്നുന്നു. ചെരുപ്പ് ഊരിട്ട്. ഉണ്ടോ ഹനുമാൻ്റെ ദൈവത്തോളെ. ചുമ്മാ നോക്കാൻ കയറിയതാ. കോപിക്കല്ലേ. ദക്ഷിണയോ? Kerala. I thought some other country. No. Your aspect is just like I thought. Everybody asking me. I'm a foreigner. So of course. സ്വാമിക്ക് ഇംഗ്ലീഷൊക്കെ അറിയല്ല. സ്വാമി വിചാരിച്ചേ ഞാൻ ഫോറിനറാന്ന്.
ഏത് രാജ്യത്തുനിന്ന് വന്നാന്നൊക്കെ ചോദിക്കണായിരുന്നു. എൻ്റെ അടുത്ത് കുറേ പേര് ചോദിക്കണേ സുചീന്ദ്രത്തിൽ എന്നപ്പോൾ അവിടെ നിന്ന് ഒരു സ്വാമി ചോദിച്ചു, ആ ശ്രീരാമൻ്റെ അമ്പലം എന്നൊരു ഇത് വെച്ചിട്ടില്ലേ, ആ അതിലേ വന്നപ്പോൾ. അങ്ങനെ നമ്മളത് ഈ മലയുടെ ടോപ്പിലാണ് പോയത്. തിരിച്ചെത്തി. ടോപ്പിലെന്ന് പറഞ്ഞാൽ ടോപ്പ് വരെ പോയില്ല, അതിൻ്റെ ഒരു വിഷമമുണ്ട്. വേറെ പ്രാവശ്യം തിരിച്ചു വരും മോനൊക്കെ ആയിട്ട്, ഞങ്ങളുടെ സോൾസ് റണ്ണിങ് ഗ്രൂപ്പിലെ ആൾക്കാരൊക്കെ ആയിട്ട്. ആ അതെ, ഇവിടെ കൃഷ്ണൻ്റെ ഇതാ. ഇവിടെ ഒരു കൃഷ്ണൻ്റെ, ഉണ്ണികൃഷ്ണൻ്റെ പ്രതിഷ്ഠ. ഇവിടെ മൊത്തം അണ്ണന്മാരാ. പുള്ളി താഴെ വെയിറ്റ് ചെയ്ത് പറയാം, എൻ്റെ ബാഗ് ഞാൻ താഴെ വെച്ചിട്ട് അതിൽ കപ്പലണ്ടി ഉണ്ടായിരുന്നു. പുള്ളി നോക്കിയപ്പോൾ ബാഗിൽ മൊത്തം അണ്ണന്മാർ. ബാഗ് കാണാനില്ല, ഇനി എടുത്തോണ്ടെങ്കിൽ പോയെങ്കിലും ഒന്ന് വിചാരിച്ച് പുള്ളി എങ്ങനെയൊക്കെയോ പോയി ഓടിച്ചതിന്. എൻ്റെ ബാഗിൽ കപ്പലണ്ടി മേടിച്ചിരിക്കണ്ടായിരുന്നു. അപ്പം അതിൻ്റെ മണം അടിച്ചിട്ടാന്ന് തോന്നുന്നു അണ്ണന്മാർ. അതിൻ്റെ ഏറ്റവും ടോപ്പിൽ പോയി വന്ന ആൾക്കാർ പറഞ്ഞ് അവിടെ നോക്കിയാൽ ആ മലയുടെ 4 സൈഡും ഫുള്ള് ഇത് കാണാം. പിന്നെ അപ്പടി വിൻമില്ലും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് അവിടെ വിൻമില്ല്. പിന്നെ അവിടെ ഗുഹയുണ്ട്, അവിടെ ആരോ താമസിക്കുന്നുണ്ട്. പിന്നെ പണ്ട് മഹർഷിമാരൊക്കെ തപസ് ചെയ്തിരുന്ന അതിൻ്റെ മുകളിൽ, ചട്ടമ്പി സ്വാമികളൊക്കെ അതിൻ്റെ മുകളിൽ തപസ് ഇരുന്നാന്ന്. എനിക്ക് മുകളിൽ വരെ പോകാൻ പറ്റാത്ത ഒരു വിഷമമുണ്ട്, എന്നാലും ഇത്രയും ചെയ്ത്. അപ്പം ഏതായാലും അതേ ഒരു ടീം തന്നെ നോക്കിക്കേ, ഇത് നോക്കിയ ഒരു ടീം തന്നെ. അയ്യോ അയ്യോ അയ്യോ, എന്നാടാ നമസ്കരിച്ച് കാണിക്കുക. അയ്യോ, അവിടെ എന്തോ ഉണ്ടല്ലോ, അവിടെ അതാണോ ഇത്. അപ്പം എന്തായാലും ബൈ ബൈ, അടുത്ത വീഡിയോ കാണുന്നവരെ. നമ്മൾ കന്യാകുമാരിക്ക് പോട്ടോ, നാളെ കന്യാകുമാരിയിലെ വിശേഷങ്ങളൊക്കെ കാണാം. ഓക്കെ, ബൈ ബൈ ബൈ. അങ്ങനെ ഈ മരുത്വമലയുടെ ഇതിൽ പശ്ചാത്തലത്തിൽ എൻ്റെ വീഡിയോ അതിൻ്റെ ചെയ്യാം. ഓക്കെ, ബൈ ബൈ. അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ 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 ബൈ.